ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3110 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു കമ്പനീനെ കുറിച്ചിട്ടാണ് കേട്ടോ. കമ്പനിയുടെ പേരാണ് സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വന്തമായിട്ട് മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതായത് മരുന്നിനെ കുറിച്ചിട്ട് ഇവർ റിസർച്ചൊക്കെ നടത്തിയിട്ട് ഇവർ പുതുതായിട്ട് മരുന്ന് കണ്ടുപിടിച്ച മരുന്ന് ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം നമ്മുടെ നാട്ടിൽ FSSAI ഇല്ലേ, നമ്മുടെ ഫുഡൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു എന്താ പറയുക ഫുഡിൻ്റെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ FSSAIയിൽ നിന്നല്ലേ ലൈസൻസ് ഒക്കെ എടുക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയിൽ ഫുഡിൻ്റെയും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിൻ്റെയും അവരുടെ മെഡിസിൻസും കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന FDA എന്ന് പറയുന്ന ഏജൻസിയാണ്. അപ്പോൾ ഈ FDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവർ വന്നിട്ട് ഗവൺമെൻറ് ഏജൻസിയാണ്, അറിയാമല്ലോ. FDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ US ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. FDA ഒരു ഡ്രഗ് അപ്രൂവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്രൂവ് ചെയ്ത് കിട്ടാൻ അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലൊക്കെ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ഡ്രഗ് അവർ അപ്രൂവ് ചെയ്യുള്ളൂ. അപ്പം നമ്മുടെ കമ്പനി ഏകദേശം 6 മെഡിസിൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ റിസർച്ചും ഡെവലപ്മെൻറ്റൊക്കെ നടത്തിയിട്ട് സ്വന്തമായിട്ട് FDA അപ്രൂവൽ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. അതായത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇവർ എന്ത് ചെയ്തു, FDAക്ക് അപ്രൂവലിന് വേണ്ടി കൊടുത്തു. അങ്ങനെ അപ്രൂവ് ചെയ്തിട്ട് ടോട്ടൽ 6 ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ഡ്രഗ്സ് ഈ ക്വാർട്ടറിലാണ് അവർക്ക് സാങ്ഷൻ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ വേറെ കമ്പനികളും റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യും, മരുന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച മരുന്ന് FDAയുടെ അപ്രൂവലിന് ശേഷം ഇവർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടും ഇവർ അക്വയർ ചെയ്യും, പൈസ കൊടുത്തിട്ട് അത് വാങ്ങിക്കും. അപ്പോൾ ഈ ഡേറ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ക്വാർട്ടറിൽ അവർ 2 മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ടെറാ ഫാർമസി ഇതേപോലെ നമ്മുടെ FDAയുടെ അപ്രൂവലൊക്കെ കഴിഞ്ഞ 2 മെഡിസിൻസ് ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഈ അടുത്തായിട്ടല്ലേ നമ്മുടെ കമ്പനിയുടെ IPO കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ IPO കഴിഞ്ഞതിന് ശേഷം കുറേ അധികം പൈസ ഇവരുടെ ഉണ്ടായിരുന്നു. ആ പൈസ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ 2 പ്രോഡക്ട്സ് ഈ പറയുന്ന ടെറാ ഫാർമസിയുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്വസിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ മാത്രമല്ല ചെയ്യുന്നത്, ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കമ്പനികളെയും ഇവർ അക്വയർ ചെയ്യാറുണ്ട്. അതായത് ഇവരുടെ മുന്നോട്ടേക്കുള്ള ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കമ്പനികൾ, അല്ലെ നല്ല രീതിയിൽ ഇവരുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അതിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അല്ല, കുറച്ച് മുന്നേ മുതൽ അവർ ഈ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ മുന്നേ ഇതേപോലെ അമേരിക്കയിലെ ഒരു കമ്പനി ഹാവിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മേജർ ഷെയർ ഇവർ അക്വയർ ചെയ്തു. ആ ഒരു അക്വിസിഷൻ കാരണമാണ് അമേരിക്കയിൽ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ എമേർജിംഗ് ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ മാർക്കറ്റിൽ നിന്ന് അവർക്ക് 21% ടേൺ ഓവറാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് തോന്നുന്നൊരു സംശയം ഉണ്ടാവും, അമേരിക്കയിൽ ഇപ്പം താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ട്രംപ് ഓരോ ദിവസം വന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ താരിഫ് ഈ താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോരോ തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അപ്പോൾ ഈ താരിഫ് വാറിൻ്റെ ഇടയിൽ നമ്മുടെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പനിക്ക് അമേരിക്കയിൽ സ്വന്തമായിട്ട് എന്തുണ്ട്, മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് സെൻറ്ററും അവർക്ക് ഇവിടെ ഉണ്ട്, അമേരിക്കയിലുണ്ട്. അപ്പം അമേരിക്കയിലും അവർക്ക് എന്തുണ്ട്, മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ നിന്ന് അവർ ഈ പറയുന്ന പോലെ തന്നെ ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് താരിഫ് എന്ന് പറയുന്ന കാര്യം അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരില്ല. ഇനി അമേരിക്കയിലുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് പുറത്ത് നിന്ന് മരുന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കുറേ അധികം ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുറത്ത് നിന്ന് പിക്ക് ചെയ്യേണ്ടി വരും. എല്ലാ സാധനവും അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കില്ല. അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ചൈന അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നൊക്കെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ചെറുതായിട്ട് താരിഫ് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ചൈനയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് സാധനങ്ങളൊന്നും ഇവർ എടുക്കുന്നില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ സാധനങ്ങൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താരിഫ് എന്ന് പറയുന്ന സംഭവം വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ കമ്പനീനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അതൊട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അളവൊന്നുമല്ല. അവരുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു പേടി മാറിയല്ലോ.
അതായത് താരിഫ് എന്നുള്ള കാര്യം എന്തായാലും ഈ കമ്പനീനെ കാര്യമായിട്ടൊന്നും ബാധിക്കില്ല. അത് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല ഈ ഒരു കമ്പനീനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്. പിന്നെ അവർക്ക് ഇന്ത്യയിലും മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ അഹമ്മദാബാദിൽ, നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അവർക്ക് എന്തുണ്ട്, മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്. APIs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്, അതായത് ഒരു മരുന്നിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഉണ്ടാവുമല്ലോ, അതായത് ആക്ഷൻ ചെയ്യുന്നൊരു പാർട്ട്. അതായത് മരുന്നെന്ന് പറയുമ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും. ആ ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ APIകൾ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് അവർക്ക് ഇന്ത്യയിലെ 2 സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ചത്രാൾ, 2 വന്നിട്ട് നറോഡ. അപ്പോൾ ഈ 2 സ്ഥലത്താണ് അവർക്ക് API മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഇന്ത്യയിൽ. അപ്പോൾ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ്സ് ഉണ്ടാക്കും, അതുപോലെ തന്നെ ഇഞ്ചെക്റ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ട്, APIs ഉണ്ടാക്കുന്നുണ്ട്, ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവർ. നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന മരുന്നുകൾ വന്നിട്ട് സ്പെഷ്യാലിറ്റി മെഡിസിൻസ് ആണ്. സ്പെഷ്യാലിറ്റി മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള, ഹൃദയം, രക്തം, അതായത് കാർഡിയോ വാസ്കുലാർ ഡിസീസസ്, ഇൻഫെർട്ടിലിറ്റി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, പിന്നെ ക്യാൻസർ. അപ്പം ഇതേപോലത്തെ രോഗങ്ങളാണ് കമ്പനി മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മാർജിൻ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ വൺസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറേ കാലത്തേക്ക് മെഡിസിൻസ് എടുക്കും അല്ലേ. കുറച്ച് എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈമിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവരുടെ മരുന്ന് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പം മാർജിൻ കൂടുതലുള്ള ബിസിനസ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറച്ചധികം കാലത്തേക്ക് ഒരു കസ്റ്റമറിനെ കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള മരുന്നുകളാണ് നമ്മുടെ കമ്പനി മെയിനായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പം CDMO സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വേറെ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം ഫോർമുലേഷൻസും കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ രീതിയിലും നല്ല രീതിയിലുള്ളൊരു വരുമാനം ഈ കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ 5 പുതിയ സാധനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് CDMO സെഗ്മെൻറ്റിൽ അവർക്ക് പുതുതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി എമർജിങ് മാർക്കറ്റ്സിൻ്റെ കേസിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജിങ് മാർക്കറ്റ്സിലും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ പ്രസൻസ് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 43 രാജ്യങ്ങളിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട്. 23 പ്രൊഡക്ട്സ് ആണ് ഇവർ എമർജിങ് മാർക്കറ്റ്സിൽ ഈ ഒരു ക്വാർട്ടറിൽ എല്ലാ കാര്യങ്ങളും പാസ്സാക്കിയത്. അതായത് അപ്രൂവൽസും കാര്യങ്ങളൊക്കെ നേടിയെടുത്തത് 23 പ്രൊഡക്ട്സ് ആണ്. ഈ 23 പ്രൊഡക്ട്സ് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാർക്കറ്റ്സിലൊക്കെ വിൽക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ഓരോ രാജ്യങ്ങളിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്, അവരുടെ അപ്രൂവൽ ആവശ്യമാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ അപ്രൂവൽസ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള അപ്രൂവൽസ് അവർ നല്ല രീതിയിൽ നേടിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പറയുന്ന അമേരിക്ക, UK, കാനഡ പോലുള്ള റെഗുലേറ്റഡ് മാർക്കറ്റ്സിൻ്റെ അപ്രൂവൽ കിട്ടിയേക്കുന്ന സാധനങ്ങൾ സെമി റെഗുലേറ്റഡ് അല്ലെങ്കിൽ എമർജിങ് മാർക്കറ്റ്സിലൊക്കെ അപ്രൂവൽ നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്തായാലും നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിൽ അപ്രൂവൽ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇവിടെ വൺസ് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സ്ഥലത്തൊക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ബ്രസീൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കും കമ്പനി വ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം എമർജിങ് മാർക്കറ്റ്സിൽ അവർ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്തോട്ടും അവർ വ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞവർ. പിന്നെ ഇപ്പം ഓൾറെഡി ഉള്ള സ്ഥലങ്ങളില്ലേ, ഓൾറെഡി ഉള്ള എമർജിങ് മാർക്കറ്റ്സിലും അതുപോലെ തന്നെ റെഗുലേറ്റഡ് മാർക്കറ്റ്സിലൊക്കെ തന്നെ നല്ല രീതിയിൽ അവർ ഫർദർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അവർ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അവരുടെ ഒരു ഗോളിൽ വരുന്ന കാര്യമാണ്. ഇപ്പം അത് പടിപടിയായിട്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ എവിഡൻ്റ് ആണ് കേട്ടോ. അവരുടെ റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ Q1 റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. Q1 അവർ കൊണ്ടുവന്നേക്കുന്ന സെയിൽസ് ഗ്രോത്ത് എത്രയാണെന്ന് അറിയാമോ? 72% സെയിൽസ് ഗ്രോത്ത്. ഇയർ ഓവർ ഇയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 72% സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം വളരെ നല്ലൊരു കാര്യമില്ല 72% സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരുടെ ഗൈഡൻസ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FY26 എന്ന് പറയുന്ന ഈ വർഷത്തിൽ അവർ 50% സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. അവർ കൊണ്ടുവരാൻ പോകുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിട്ട് 100%-ായിരിക്കും ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലേക്ക്, അതായത് FY26ലേക്ക്. ഡോക്ടർ റെഡ്ഡി, ബ്രേക്കൻറിഡ്ജ്, വർക്ക് ഹാർഡ് എന്നൊക്കെ പറയുന്ന കമ്പനികളിൽ നിന്ന് ഇവർ അക്വയർ ചെയ്തിരിക്കുന്ന ഫോർമുലേഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ്, ഈ മെഡിസിൻസ് ഒക്കെ തന്നെ ഈ വരുന്ന ക്വാർട്ടറുകളിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുക അടുത്ത വർഷമാകുമ്പോഴത്തേക്കാണ്. ഈ വരാൻ പോകുന്ന ക്വാർട്ടറുകളിലും അതിൻ്റെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വരാൻ വേണ്ടി പോകുന്നത് FY26 അവസാനത്തോടു കൂടി, അതായത് FY27 ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നാണ് കമ്പനി പറയുന്നത്.
പറയുന്നത്. ഈ പറഞ്ഞ മരുന്നുകൾ കൂടാതെ വേറെയും 16 മരുന്നുകൾ ഈ വർഷം, അതായത് FY26 തന്നെ അവർ മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതും വരുന്ന ഭാവിയിൽ തന്നെ നമുക്ക് എന്തായി കിട്ടും, മോണിറ്റൈസ് ആയി കിട്ടും. അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവരുടെ ആ ഒരു സെയിൽസ് ഗ്രോത്തിലൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ ബാക്കി കമ്പനികൾ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കമ്പനിക്കുള്ളൊരു ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കമ്പനിയുടെ 60 മുതൽ 70% മരുന്ന് ബിസിനസ് ആർക്കാണ് വരുന്നതെന്ന് അറിയാവോ? അതായത് അമേരിക്കയിലുള്ള അവരുടെ ബിസിനസ്സിൻ്റെ 60 മുതൽ 70% പോകുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിനാണ്. അത് നേരിട്ടല്ല പോകുന്നത്, ഇവരുടെ ഇടയിൽ ഒരു ഇടനിലക്കാരനുണ്ട്. ആ ഒരു കമ്പനി വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അമേരിക്കൻ ഗവൺമെൻറ്റിന് മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിന് ഈ ഒരു സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് പീരീഡിലേക്കായിരിക്കും. അമേരിക്കയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്റ്റ് ഉള്ളത്. ആ 5 വർഷക്കാലത്തേക്ക് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്റ്റേബിൾ ആയിട്ടുള്ള റവന്യൂ ആയിരിക്കും. കാരണം ഗവൺമെൻറ്റിനുള്ള ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത വോള്യത്തിലായിരിക്കും ഉണ്ടാവുക, അല്ലേ? കൃത്യമായിട്ട് ഇത്ര അളവിലായിരിക്കും മരുന്നുകൾ ഈ കമ്പനികൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഓരോ വർഷവും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കൃത്യമായിട്ടുള്ള അളവിൽ ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു വരുമാനം ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും ഇവരുടെ ആ ഒരു പോർട്ട്ഫോളിയോ എന്താ പറയുക, സ്റ്റേബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്നൊരു എന്താ പറയുക അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ടൈപ്പ് ഇവർക്ക് പോസിബിളായിട്ട് കിട്ടുന്നുണ്ട് എന്ന് കമ്പനി പറയുന്നുണ്ട്, അല്ലേ? വളരെ നല്ലൊരു കാര്യമല്ലേ? അതായത് ട്രമൻഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഇവരുടെ ആ ഒരു ഇൻകത്തിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കിവിടെ ഉണ്ടാകുന്നൊരു സംശയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിന് നമ്മളൊരു സംഭവം കൊടുക്കുന്ന സമയത്ത്, ഗവൺമെൻറ്റിന് നമ്മളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഗവൺമെൻറ് ടെൻഡർ സ്വീകരിക്കുന്നത്? കുറേ ആൾക്കാരിൽ നിന്ന് ലേലം ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളതല്ലേ ഗവൺമെൻറ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിക്ക് എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് മരുന്നുകളുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ കയ്യിൽ തന്നെ ഓണർഷിപ്പിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി കണ്ടുപിടിക്കുന്ന മരുന്നുകൾ. പിന്നെ അതുപോലെ തന്നെ ഇവർ പൈസ കൊടുത്ത് വേറെ കമ്പനികളിൽ നിന്ന് വാങ്ങിയെടുത്തേക്കുന്ന മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു മാർജിനിൽ ബാക്കിയുള്ള കമ്പനികൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതെ അവരെന്ത് ചെയ്യപ്പെടും, ഈ ലേലത്തിൽ നിന്നും പിന്തള്ളപ്പെടും, അല്ലേ? ഇവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള മാർജിനും കിട്ടും, വേറെ കമ്പനികൾക്കാണെങ്കിൽ ഇവരുടെ അടുത്ത് മുട്ടി നിൽക്കാനും പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി അത്യാവശ്യം മാർജിനോടുകൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിന് ഈ പറയുന്ന സപ്ലൈസ് കൊടുക്കുന്നത്. പിന്നെ US-ലെ ആ ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റിയിൽ 2 ലൈനും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ആ ഒരു മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ആ പറയുന്ന സപ്ലൈ ലൈൻ ഉണ്ടല്ലോ, അങ്ങനത്തെ 2 എണ്ണം, ഒന്ന് വന്നിട്ട് Q3-ലും ഒന്ന് വന്നിട്ട് Q4-ലുമാണ് ഓപ്പറേഷൻ ആവാൻ വേണ്ടി പോകുന്നത്. ഇനി എമേർജിംഗ് മാർക്കറ്റ്സിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 719 അല്ലേ, 719 മരുന്നുകളാണ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1.5 വർഷം അല്ലേ, 12 മുതൽ 18 മാസത്തിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന അപ്രൂവൽ തീർച്ചയായിട്ടും കിട്ടുമെന്ന് കമ്പനി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് വരുന്നുണ്ട്, അടുത്ത 500 പ്രൊഡക്ട്സിൻ്റെ അപ്രൂവൽ അപ്പോഴത്തേക്കും അവർ സബ്മിറ്റും ചെയ്യും. അപ്പോൾ ഇനി വരുന്ന ക്വാർട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞേക്കുന്ന ഈ 719-ൻ്റെ 20% മരുന്നുകൾ അപ്രൂവ് ആവും. അതായത് വരുന്ന ക്വാർട്ടറുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മരുന്നിനെ വിപണിയിലോട്ട് എത്തിക്കാനും പറ്റും. അപ്പം സ്പെഷ്യാലിറ്റി മെഡിസിൻസ് ആണ് നമ്മുടെ കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ സ്പെഷ്യാലിറ്റി മെഡിസിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിയുമ്പം 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ ലോകത്തിലുള്ള ആൾക്കാരുടെ 3-ൽ ഒരാൾക്ക് അല്ലേ, 3-ൽ ഒരാൾക്ക് എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് ഉണ്ടാവും എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഓരോ 3 ആൾക്കാരെ എടുത്ത് കഴിയുമ്പോഴും അതിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ക്രോണിക് ഇൽനെസ് ഉണ്ടാവും. ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്നത് എന്താണ്, കുറേ കാലമായിട്ട് തുടങ്ങിയ രോഗം അല്ലേ, ഇന്നലെ പെട്ടെന്ന് വന്ന രോഗമല്ല, കുറച്ച് കാലമായിട്ടുള്ള രോഗമാണ്. അത് കുറച്ച് കാലം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള രോഗവും ആയിരിക്കും. അങ്ങനെയുള്ള രോഗങ്ങൾ കൂടുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 2050 ആകുമ്പോഴത്തേക്കും 50 വയസ്സുള്ള ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂത്താണ് കൂടുതലായിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2050 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഉണ്ടാവുക, ഈ യൂത്തൊക്കെ 50 വയസ്സിനോട് അടുത്തായിരിക്കും അവരുടെ പ്രായം. എപ്പം 2050 ആകുമ്പോഴത്തേക്ക്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് രോഗമുണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസും കൂടുതലാണെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് കോവിഡിന് ശേഷം ആൾക്കാർക്ക് കൂടുതലായിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആൾക്കാരുടെ ഒരു കൺസേൺ കൂടിയിട്ടുണ്ട് അല്ലേ. ആൾക്കാർ കൂടുതലായിട്ടും ഹെൽത്ത് കോൺഷ്യസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ ആൾക്കാർക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ നിരക്കും ഇപ്പം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതും കമ്പനിക്ക്
മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ കമ്പനിയുടെ വാല്യുവേഷൻസ് ആണ്. അപ്പം നമ്മളിൽ പല ആൾക്കാർക്കും ഈ കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹയർ സൈഡിൽ ഉള്ളതുപോലെ ഫീൽ ചെയ്യും. 7.81 7.81 ഈ കമ്പനിയുടെ പ്രൈസ് ടു സെയിൽസ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനിക്ക് 7.81 എന്ന് പറയുന്ന പ്രൈസ് ടു സെയിൽസ് ഉണ്ടായതിൽ ഒരു അത്ഭുതവും ഇല്ല അല്ലേ. കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനീനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. 7.81 ഇതിൻ്റെ പ്രൈസ് ടു സെയിൽസ്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, കമ്പനി ഈ രീതിയിൽ 50% ഒരു സെയിൽസ് ഗ്രോത്തും അതുപോലെ തന്നെ 100% പാറ്റും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ പറയുന്ന വാല്യുവേഷൻസ് കുറഞ്ഞല്ലേ പോവുക. ഇപ്പം നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിലോട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, കമ്പനി ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പെർഫോം ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ കമ്പനിക്ക് ഇരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഷെയർ പ്രൈസ് എന്തായാലും മുകളിലോട്ടേക്ക് അപ്രീഷിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്നത് എന്താണ്, ബുൾ മാർക്കറ്റാണ് അല്ലേ. ബുൾ മാർക്കറ്റ് ഫുൾ ഫ്ലഡ്ജായിട്ട് വരാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാല്യുവേഷൻസിൽ നമ്മുടെ കമ്പനി സസ്റ്റെയിൻ ചെയ്യില്ല. നമ്മൾ പറയുന്ന പോലെ തന്നെ കമ്പനി ഗ്രോ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ കേട്ടോ, ഈ പറയുന്നത് പോലെ തന്നെ എന്താണോ അവർ പറഞ്ഞേക്കുന്നത് ഗൈഡൻസിൽ, അതേപോലെ തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് നല്ല രീതിയിലൊരു ബെനിഫിറ്റ് കമ്പനി ഉണ്ടാക്കി തരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് കമ്പനീനെ ട്രാക്ക് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കമ്പനീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കമ്പനിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എന്തല്ല, തീർച്ചയായിട്ടും ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.